ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാസ്റ്റർ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. അടുത്ത ചോദ്യം, എറിക്സൺ ഈ ഘട്ടത്തെ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് വിശേഷിപ്പിച്ചത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഈ ഘട്ടത്തിലാണ് കുട്ടികൾ ജീവിത വിജയത്തിന് ആവശ്യമായ വിവിധ നൈപുണ്യങ്ങൾ സ്വായത്തമാക്കാൻ തുടങ്ങുന്നത്. എറിക്സൺ മുന്നോട്ട് വച്ച മാനസിക സാമൂഹിക വികസന പ്രക്രിയയിൽ ഈ ഘട്ടത്തിന് നൽകിയ പേരെന്താണ്? എറിക്സൺ ഈ ഘട്ടത്തെ ജീവിതത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് വിശേഷിപ്പിച്ചത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കേട്ടോ, വയസ്സ് ശ്രദ്ധിക്കണേ. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഈ ഘട്ടത്തിലാണ് കുട്ടികൾ ജീവിത വിജയത്തിന് ആവശ്യമായ വിവിധ നൈപുണ്യങ്ങൾ സ്വായത്തമാക്കാൻ തുടങ്ങുന്നത്. എറിക്സൺ മുന്നോട്ട് വച്ച മാനസിക സാമൂഹിക വികസന പ്രക്രിയയിൽ ഈ ഘട്ടത്തിന് നൽകിയ പേര് എന്താണ്? ഓപ്ഷൻ ഇവിടെ കൊടുത്തുള്ളത് സ്വയം തീരുമാനം vs സംശയം, പിന്നെ മുൻകൈ എടുക്കൽ vs കുറ്റബോധം, അധ്വാനം vs അപകർഷത, സ്വത്ത് സ്ഥാപനം vs സ്വത്ത് പ്രതിസന്ധി. ഏതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? അധ്വാനം vs അപകർഷത എന്നുള്ളതാണ് ഇതിൽ കറക്റ്റായിട്ട് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. വയസ്സ് ഓർത്തു വെക്കണേ, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. അടുത്ത ക്വസ്റ്റ്യൻ, സങ്കലിത വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. സങ്കലിത വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ സ്കൂളുകളിൽ വിദ്യാഭ്യാസം നൽകുക. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം പൊതു സ്കൂളുകൾ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസം നൽകുക. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കൂളുകൾ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസം നൽകുക. ഇതിലേതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് മറ്റ് കുട്ടികളോടൊപ്പം എന്ത് ചെയ്യാം? പൊതു സ്കൂളുകളിൽ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സങ്കലിത വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യന്, സുലൈമാൻ എന്ന 6ാം ക്ലാസ്സുകാരൻ ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് ഒഴുക്കോടെ സംസാരിക്കാനുള്ള കഴിവ് പ്രദർശിപ്പിക്കുന്നു. ബഹുമുഖ ബുദ്ധിയിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ പ്രബലമാക്കുന്നത് ഏത് ബുദ്ധിയാണ് എന്നുള്ളതാണ്. ഏതാണ്? സുലൈമാൻ എന്ന 6ാം ക്ലാസ്സുകാരൻ ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് ഒഴുക്കോടെ സംസാരിക്കാനുള്ള കഴിവ് പ്രദർശിപ്പിക്കുന്നു. ബഹുമുഖ ബുദ്ധിയിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ പ്രബലമാക്കുന്നത് ഏത് ബുദ്ധിയാണ്? യുക്തിപര ഗണിതപര ബുദ്ധി, സംഗീതപര ബുദ്ധി, സ്ഥലപര ബുദ്ധി, ഭാഷാപര ബുദ്ധി. ഏതാണ്? ഭാഷാപര ബുദ്ധിയാണല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഭാഷാപര ബുദ്ധി. അടുത്ത ക്വസ്റ്റ്യൻ, അഭിനവിന്റെ മാനസിക വയസ്സ് 15ഉം ശാരീരിക വയസ്സ് 10ഉമാണ് എങ്കിൽ അഭിനവിന്റെ ബുദ്ധിമാനം എത്രയാണ്? 150-ൽ കൂടുതൽ, 150-ൽ കുറവ്, 150 ആണ്, 150-ൽ കൂടുതലോ 150-ൽ കുറവോ ആണ്. എത്ര വരിക? മാനസിക വയസ്സ് 15 ആണ്, ശാരീരിക വയസ്സ് 10 ആണ്. അപ്പൊ എങ്ങനെയാണ് കുട്ടിയൊക്കെ ആൻസർ എത്ര വരുന്നത്? 150 ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വിദ്യാർത്ഥി കേന്ദ്രിത ക്ലാസ് മുറിയിൽ സാധാരണയായി കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥി കേന്ദ്രിത ക്ലാസ് മുറിയിൽ സാധാരണയായി കുട്ടികൾ പഠിക്കുന്നത് വ്യക്തിഗതമായി, കൂട്ടമായി, വ്യക്തിഗതമായും കൂട്ടമായും, പ്രധാനമായും ടീച്ചറിൽ നിന്ന്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് വ്യക്തിഗതമായും കൂട്ടമായും കേട്ടോ. ഒരു വിദ്യാർത്ഥി കേന്ദ്രിത ക്ലാസ് മുറിയിൽ സാധാരണയായിട്ട് കുട്ടികൾ പഠിക്കുന്നത് വ്യക്തിഗതമായും കൂട്ടമായിട്ടുമാണ്. അടുത്തത്, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള മനഃശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ആരാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ ശാസ്ത്രജ്ഞൻ എന്നാണ്? ഇവാൻ പാവ്ലോവ്, കോഹ്ലർ, റോബർട്ട് എം കാഗനെ, ജെറോം എസ് ബ്രൂണർ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള ആൾ ആരാണ്? ഇവാൻ പാവ്ലോവ് ആണല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ, ഇവാൻ പാവ്ലോവ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ, സ്മിത സാമൂഹിക ശാസ്ത്രത്തിലെ ഓരോ യൂണിറ്റും വളരെ പെട്ടെന്ന് പഠിക്കുന്നു, എന്നാൽ സുസ്മിത അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു. ഇത് വികാസവുമായി ബന്ധപ്പെട്ട ഏത് തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്? പരസ്പര ബന്ധം, പൊതുവായിൽ നിന്ന് സൂക്ഷ്മമായതിലേക്ക്, വ്യക്തി വ്യത്യാസങ്ങൾ, തുടർച്ച. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സ്മിത സാമൂഹിക ശാസ്ത്രത്തിലെ ഓരോ യൂണിറ്റും വളരെ പെട്ടെന്നാണ് പഠിക്കുന്നത്, എന്നാൽ സുസ്മിത അതേ യൂണിറ്റുകൾ പഠിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു. ഇത് ഏത് വികാസവുമായി ബന്ധപ്പെട്ടതാണ് സൂചിപ്പിക്കുന്നത്? അല്ലേ, വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഏതാണ്? ഓപ്ഷൻ സി, വ്യക്തി വ്യത്യാസങ്ങൾ. അല്ലേ, ഓരോ വ്യക്തിയും വ്യത്യാസങ്ങളാവും. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, സംരചനാ വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സംരചനാ വിലയിരുത്തലിന് അനുയോജ്യമല്ലാത്ത ഉപാധിയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ് ആൻസർ ആയിട്ട് വരിക? വാചക ചോദ്യങ്ങളുണ്ട്, ടേം പരീക്ഷ ഉണ്ട്, പ്രശ്നോത്തരിയും കളികളുമുണ്ട്, അസൈൻമെന്റ് ഉണ്ട്. ഏതാണ്?
ടേം പരീക്ഷ ട്ടോ. രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ. വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ആൽപോർട്ട് മുന്നോട്ട് വെച്ച ആശയം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തി ആൽപോർട്ട് മുന്നോട്ട് വെച്ച ആശയം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ധർമ്മസ്ഥിരത, ധർമ്മസാശ്രയത്വം, ധർമ്മ മനസ്ഥിതി, ധർമ്മപരത. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ആൽപോർട്ട് മുന്നോട്ട് വെച്ച ആശയം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ധർമ്മ സ്വാശ്രയത്വമാണ് ട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. അടുത്തത് 25ാമത്തെ ചോദ്യം. സംസ്ഥാനതല സംഗീത മത്സരത്തിന് കുട്ടികളെ തയ്യാറാക്കാനായി ഒരു സ്കൂൾ അധികൃതർ ആൺകുട്ടികൾക്ക് മുൻഗണന നൽകുന്നു. ഇത് സൂചിപ്പിക്കുന്നത്? സംസ്ഥാനതല സംഗീത മത്സരത്തിന് കുട്ടികളെ തയ്യാറാക്കാനായി ഒരു സ്കൂൾ അധികൃതർ എന്ത് ചെയ്തു? ആൺകുട്ടികൾക്ക് മാത്രം മുൻഗണന നൽകി. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ആഗോള വീക്ഷണം, പുരോഗമന ചിന്ത, ദേശീയ കാഴ്ചപ്പാട്, ലിംഗവിവേചനം. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. ഏതാണ്? ലിംഗവിവേചനം അല്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 26ാമത്തെ ചോദ്യം. കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? പാട്ടുപാടൽ, ചിത്രരചന, കളികള്, കഥ പറച്ചില്. ഏതാണ്? പാട്ടുപാടലാണോ, ചിത്രരചനയാണോ, കളികളാണോ, കഥ പറച്ചിലാണോ? അല്ലേ? ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും കളികളാണ് അല്ലേ? കുട്ടികളിൽ സഹകരണ മനോഭാവം വളർത്താൻ ഏറ്റവും അനുയോജ്യമായത് കളികളാണ്. അടുത്ത 27ാമത്തെ ചോദ്യം. നാണം, സംശയം എന്നീ അവസ്ഥകൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ്? പൂർവ്വ ബാല്യഘട്ടം, ബാല്യഘട്ടം, കൗമാരഘട്ടം, മുതിർന്നവരുടെ ഘട്ടം. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നാണം, സംശയം എന്നീ അവസ്ഥകൾ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഘട്ടത്തിലാ? ബാല്യഘട്ടത്തിലാണല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 28ാമത്തെ ചോദ്യം. അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി മെക്കലാൻഡ് നിർദ്ദേശിച്ച ഘട്ടങ്ങൾ ശരിയായത് ചുവടെ കൊടുത്തിരിക്കുന്നു. ഏതെന്ന് കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ശരിയായത് എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കാനാണ്. അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട് മെക്കലാൻഡ് നിർദ്ദേശിച്ച ഘട്ടങ്ങൾ. ഓപ്ഷൻ നമുക്ക് നോക്കാം. അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം, വൈകാരികമായ ആവശ്യം, വിജയത്തോടുള്ള ആഗ്രഹം. രണ്ടാമത്തത് വൈകാരികമായ ആവശ്യം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയത്തോടുള്ള ആഗ്രഹം. മൂന്നാമത്തത് അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയത്തോടുള്ള ആഗ്രഹം. നാലാമത്തത് വൈകാരികമായ ആവശ്യം, അധികാരത്തോടുള്ള ആഗ്രഹം, അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് ട്ടോ. അംഗീകരിക്കപ്പെടാനുള്ള ആഗ്രഹം, അധികാരത്തോടുള്ള ആഗ്രഹം, വിജയത്തോടുള്ള ആഗ്രഹം. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. 29ാമത്തെ ചോദ്യം. പൂർവ്വ കുട്ടിക്കാലത്തിൽ കുട്ടികളിൽ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ കാണാം. ഇത് ചർച്ച ചെയ്തത് ആരാണ്? ഡേവിഡ് ആസ്ബെൽ, കോഹ്ലർ, ഗോൾഡൻ ആൽപോർട്ട്, സിഗ്മണ്ട് ഫ്രോയിഡ്. പൂർവ്വ കുട്ടിക്കാലത്തിൽ കുട്ടികളിൽ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ കാണാം. ഇത് ചർച്ച ചെയ്തത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 30ാമത്തെ ചോദ്യം. വൈകാരിക ബുദ്ധിയെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരാണ്? വൈകാരിക ബുദ്ധിയെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരാണ്? ആൽഫ്രഡ് ബിനെ, ഡാനിയൽ ഗോൾമാൻ, ചാൾസ് പിയർമാൻ, ഹൊവാർഡ് ഗാർഡനർ. ആരാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഡാനിയൽ ഗോൾമാൻ. അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ഡാനിയൽ ഗോൾമാൻ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ.